H-1B വിസയിൽ വ്യക്തത വരുത്തിയ അമേരിക്ക $1,00,000 എന്ന ഉയർന്ന നിരക്ക് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് വ്യക്തമാക്കി. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഈ തീരുമാനത്തെ അമേരിക്ക കൂടുതലായി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അമേരിക്ക വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് മധു? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റിജിത്ത്, ഇന്നലെ H-1B വിസയുടെ അപേക്ഷാ ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രൊക്ലമേഷനിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റായ വാർത്തകൾ ലോകമെമ്പാടും പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരിക്കുന്നത്. $1,00,000 അപേക്ഷാ ഫീസ് പുതിയ H-1B അപേക്ഷകർക്കായിരിക്കും. നിലവിലെ H-1B കാറ്റഗറിയിലുള്ളവർക്ക് ഇത് ബാധകമല്ല. ഞായറാഴ്ച മുതലാണ് ഈ പുതിയ ഫീസ് നിലവിൽ വരുന്നത്. ഇത് ഒരു വാർഷിക ഫീസ് അല്ല, ആപ്ലിക്കേഷനോടൊപ്പം അതിന് ബാധകമായിട്ടുള്ള ഒരു ഒറ്റത്തവണ ഫീസാണ്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള നിലവിലെ H-1B വിസ ഉടമകൾക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് വരുമ്പോൾ ഈ $1,00,000 ഈടാക്കില്ലെന്ന് ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫീസ് വർഷം തോറും നൽകുമെന്ന് ഇന്നലെ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്ക് പറഞ്ഞത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉയരുവാനുള്ള കാരണവും ഈ ഒരു പരാമർശമായിരുന്നു. ഇത് മാത്രമല്ല, മൈക്രോസോഫ്റ്റ്, JP മോർഗൻ, ആമസോൺ തുടങ്ങിയ വൻകിട കമ്പനികൾ H-1B വിസ കൈവശമുള്ള ജീവനക്കാരോട് അമേരിക്കയിൽ തന്നെ തുടരുവാൻ ഇന്നലെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. H-1B വിസ ഉടമകൾക്ക് സാധാരണ പോലെ തന്നെ രാജ്യം വിടാനും തിരിച്ച് പ്രവേശിക്കാൻ കഴിയുമെന്നും കാരലിൻ ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ഫീസ് അടുത്ത H-1B ലോട്ടറി റൗണ്ടിൽ മാത്രമേ ബാധകമാകൂ എന്നും നിലവിലെ വിസ ഉടമകൾക്കും അല്ലെങ്കിൽ ഇത് പുതുക്കുമ്പോഴോ ഇത് ബാധകമല്ലെന്ന് ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ, റീജിത്ത്. മധു, ഒരു കാര്യം കൂടെ, ഇന്നലെ ഈ ഒരു വാർത്ത വരുമ്പോൾ ഈ പറയുന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ മൈക്രോസോഫ്റ്റ് അവരുടെ ലോകമെമ്പാടുമുള്ള H-1B വിസ ഹോൾഡേഴ്സിനോട് തിരികെ എത്താൻ പറഞ്ഞു. ഇന്ന് തന്നെ തിരികെ എത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ടായി. അതിനുശേഷം മെറ്റ വരുന്നു, ആമസോൺ, ഇത്തരം കമ്പനികളൊക്കെ ജീവനക്കാരോട്, ഈ വിദേശ ജീവനക്കാരോട് ഈ നിർദ്ദേശം നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ഈ യാത്രാ നിരക്കിലൊക്കെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, വലിയ തോതിൽ വിമാന ടിക്കറ്റുകളുടെ നിരക്ക് ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് മുഴുവൻ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നാമത് ഇതൊരു പ്രൊക്ലമേഷനാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പോലുമല്ല, ലീഗലി ബൈൻഡിങ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയൊക്കെ ഇതിന്റെ നിയമസാധുതയൊക്കെ വരും ദിവസങ്ങളിൽ കഴിയുന്നത്ര ഈ തിങ്കളാഴ്ച മുതൽ തന്നെ ഇത് കോടതികളിൽ ഈ വിഷയം കയറി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രൊക്ലമേഷൻ പലപ്പോഴും ഒരു പോളിസി പ്രഖ്യാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരായിരിക്കും വരും ആഴ്ചകളിൽ ഇത് തീർത്തും ഇത് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് ഇതുമായിട്ട് കൂടുതലുള്ള വ്യക്തത H-1B വിസ കാറ്റഗറിയിൽ നിലവിലുള്ളവർക്കും ഇനി അപേക്ഷിക്കാൻ പോകുന്നവർക്കും അവർക്ക് നിയമോപദേശം നൽകുവാൻ സാധിക്കുക. കൃഷ്ണ. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.